വനവാസമല്ല. കേരളം പറയുന്നു ഇനി നടക്കാൻ പോകുന്നത് വനവാസമല്ല, മറിച്ച് പട്ടാഭിഷേകമാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയുന്ന വി.ഡി. സതീശന്റെ പട്ടാഭിഷേകം, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ആ എഴുന്നള്ളിപ്പ്, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. പല അർത്ഥത്തിൽ ഏറ്റവും ഒടുവിലായിക്കൊണ്ട് പന്നിയെ പോലെ പാവങ്ങളെ പറ്റിച്ച് നക്കിയിട്ട് വീർത്ത് വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുക വർഗീയ വിഷജന്തു ഇന്നലെയും പറഞ്ഞു സതീശൻ ബഫൂണാണ് എന്ന്. സതീശൻ ബഫൂണാണെന്ന് ആരാ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു തീട്ടം, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വിസർജ്യം. ആ വിസർജ്യം പറയുകയാ സതീശൻ ബഫൂണാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ ആരാ? നല്ല ഒന്നാന്തരം തീട്ടം. തീട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൂസ് മോഷനൊക്കെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, അതിന് മുമ്പ് ഇങ്ങനെ തെറിച്ച് പോകുന്ന അതുപോലെയുള്ള തീട്ടമാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ പറയാണ് ബഫൂണാണെന്ന്. കാര്യം എന്താ? കാര്യം മറ്റൊന്നുമല്ല, കാര്യം സതീശനുണ്ടാക്കുന്ന ഓളങ്ങൾ ഇവരെയൊക്കെ വല്ലാതെ വെപ്രാളപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? പിണറായി വിജയനല്ല സതീശൻ. സതീശൻ അധികാര കസേരയിലേക്ക് കയറിയിരുന്നാൽ വെരി നെക്സ്റ്റ് മൊമെന്റ് ഈ വെള്ളാപ്പള്ളി നടേശനും സംഘത്തിനുമൊക്കെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ആ ബോധ്യമാണ് സതീശനെ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കാണുകയായിരുന്നു. കണ്ണൂരിലെ കെ സുധാകരൻ്റെ, KPCC മുൻ പ്രസിഡന്റ്, കണ്ണൂരിലെ NP മന്ത്രിയായ വ്യക്തി, MLA ആയ വ്യക്തി, കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ആർജവമുറ്റ നേതാവ്. അപ്പോൾ കെ സുധാകരനോട് ബിഗ് TVയിലെ സുജയ പാർവതി ചോദിക്കുക, വി.ഡി. സതീശനെ കുറിച്ച് 100 സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ്? വളരെ കൃത്യമായിട്ട് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട് വി.ഡിയുടെ കാൽക്കുലേഷനെ കുറിച്ച്, അതിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ. അതവിടെ നിൽക്കട്ടെ, സതീശനെ കുറിച്ചാണല്ലോ സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിമാറി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വി.ഡി. സതീശന് വനവാസമല്ല. കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെ അയാളെ വനവാസത്തിന് പറഞ്ഞു വിടില്ല. അങ്ങനെ വനവാസത്തിന് പറഞ്ഞു വിടേണ്ട വ്യക്തിയല്ലെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്, അല്ലേ? സതീശനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. സതീശൻ 25 വർഷക്കാലം പറവൂരിന്റെ MLA ആയ വ്യക്തിയാ, മനസ്സിലായില്ലേ? അതിൽ സതീശനൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ സതീശൻ ഇല്ലെങ്കിൽ, കേരള രാഷ്ട്രീയത്തിൽ സതീശൻ ഇല്ലെങ്കിൽ അതിന്റെ നഷ്ടം ഈ പൊതുസമൂഹത്തിന് തന്നെയാ. ഒരു തർക്കവും വേണ്ട. അതിന് നമ്മളതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് അയാളുടെ നിലപാടുകളാ. ചങ്ക് പൊട്ടുന്ന നിലപാടുകളും അയാൾ എടുക്കാറുണ്ട്. ചങ്ക് പൊട്ടുന്നതാണെങ്കിൽ കൂടിയും നിലപാടുകളിൽ അയാൾക്ക് മാറ്റമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഈ പറയുന്ന വീക്ഷണങ്ങളാണ്. വീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ അയാൾ ആ പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിന്